ഓം ശ്രീ വിഘ്നേശ്വരായ നമഃ. നമസ്കാരം. ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് 2025 ജൂൺ 8 മുതൽ 14 വരെയുള്ള ഒരാഴ്ചക്കാലത്തെ 27 നക്ഷത്രക്കാരുടെയും ശുഭാശുഭ ഫല സൂചനകളും അതിനേക്കാളുപരി പരിഹാര നിർദ്ദേശങ്ങളുമാണ് ഇവിടെ പറയുന്നത്. പരിഹാര നിർദ്ദേശങ്ങൾ സമർപ്പണ മനോഭാവത്തോടെ അനുഷ്ഠിക്കുന്നതുകൊണ്ട് ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കും എന്ന് മാത്രമല്ല, ശുഭഫലങ്ങളിലെ തടസ്സങ്ങൾ അങ്ങോട്ട് കുറയുകയും ചെയ്യും എന്ന് പ്രത്യേകിച്ചറിയുക. ജാതകമാണ് ഏറ്റവും പ്രധാനം. ജാതകത്തിലെ ദശാപഹാരങ്ങൾ, ലാഭസ്ഥാനാധിപതിയുടെ ബലം, ധനസ്ഥാനാധിപതിയുടെ ബലം, അതുപോലെ 7ാം ഭാവാധിപൻ്റെയും പഞ്ചമാധിപൻ്റെയും ഒക്കെ ബലം, ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ സാധാരണഗതിയിൽ ഫലം പറയുക. ഇവിടെ ചാരവശാലുള്ള ഇപ്പോഴുള്ള പ്ലാനറ്ററി പൊസിഷൻസ് ഇൻ റിലേഷൻ ടു യുവർ മൂൺ പ്ലേസ്മെൻറ്റ്, അതായത് ചന്ദ്രൻ്റെ സ്ഥിതി, ആ ചന്ദ്രന് ഇപ്പോൾ ചലിക്കുന്ന ഗ്രഹങ്ങളുമായിട്ടുള്ള ബന്ധം, ആ ബന്ധം വച്ചിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. പിന്നെ ഗ്രഹങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ഇവിടെ ഗ്രഹങ്ങളെ ഗ്രഹദേവതമാരായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഒരു ഗ്രഹത്തിനൊരു കോൺഷ്യസ്നെസ് ലെവലുണ്ട്. ആധുനിക ശാസ്ത്രം, മോഡേൺ സയൻസ് പ്രൂവ് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു കോൺഷ്യസ്നെസ് ലെവൽ, ഒരു പ്രോഗ്രാമുണ്ട്. നമ്മളൊരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ അതിന് പ്രോട്ടോൺസ് ഉണ്ട്, ന്യൂട്രോൺസ് ഉണ്ട്, ഇലക്ട്രോൺസ് ഫാസ്റ്റ് റിവോൾവിംഗ് ആണ്. പിന്നെ പല പല ക്വാക്സും, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഫോട്ടോൺസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ തമ്മിലുള്ള ബന്ധം, ഇതൊക്കെ ഒരു പ്രീസെറ്റ് പ്രോഗ്രാമിൽ മൂവ് ചെയ്യുന്നതാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ഇപ്പോൾ ഭൂമി ആയാലും സൂര്യനായാലും ചുറ്റും കറങ്ങുന്ന ഗ്രഹങ്ങളായാലും നമ്മളിപ്പോൾ റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ എന്ന് പറയുന്ന ഈ ഒരു പ്രതിഭാസമായാലും എല്ലാം ഒരു പ്രോഗ്രാം അനുസരിച്ചിട്ടാണ് മൂവ് ചെയ്യുന്നത്. ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രീസെറ്റ്, നേരത്തെ നിശ്ചയിക്കപ്പെട്ടതെന്നുള്ളതാണ്. അത് ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാന തത്വം അത് തന്നെയാണ്. കാര്യങ്ങളെല്ലാം മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതാണ്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും നമ്മൾ പഠിച്ചു വന്ന ആചാര്യന്മാരൊക്കെ എല്ലാം ഭഗവാന്റെ ഒരു ഇച്ഛ, ഭഗവാന്റെ ഒരു ഇച്ഛ എന്ന് പറയുന്നത് എല്ലാം പ്രീ പ്രോഗ്രാംഡ് ആണ് എന്നുള്ളൊരു സങ്കല്പത്തിലാണ്. എന്നാൽ ഈ പ്രീ പ്രോഗ്രാമിന് ഒരു നെസസറി ഓൾട്ടറേഷൻ, ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ നമുക്ക് ഉണ്ടാക്കുവാൻ കഴിയും. എൻവയൺമെൻറ്റൽ കോൺട്രിബ്യൂഷൻ എന്ന് നമ്മൾ പറയുമല്ലോ, സാഹചര്യങ്ങളുടെ സംഭാവന. ഇപ്പോൾ നേച്ചർ വളരെ പ്യുവറാണ്. നമ്മൾ ഫാക്ടറീസ് വരുമ്പോൾ അതിൻ്റെ പുകപടലങ്ങൾ, പൊല്യൂഷൻ വരും. നമ്മൾ ഇപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ പൊല്യൂഷൻ, അപ്പോൾ അതൊക്കെ എൻവയൺമെൻറ്റൽ കോൺട്രിബ്യൂഷനാണ്. എല്ലാം പ്രീസെറ്റാണ്. മനുഷ്യൻ്റെ ബുദ്ധി, കഴിവുകൾ എല്ലാം പ്രീസെറ്റാണ്. ആ കഴിവുകൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ റെസ്ട്രിക്ഷൻസ് ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ പ്രപഞ്ചത്തിൽ മാറ്റങ്ങളുണ്ടാകും. പ്രപഞ്ചത്തിലെ മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കും. അപ്പോൾ പൊല്യൂഷൻ കൊണ്ട് നമുക്ക് ഈ സാധാരണഗതിയിൽ വരുന്ന ഒരുപാട് അസുഖങ്ങളെക്കുറിച്ച് ഇന്ന് റിസർച്ച് നടത്തുന്നുണ്ട്. അതാണ് ഒരു വലിയ ശാഖ തന്നെയുണ്ട്, സിംബയോട്ടിക് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞൊരു തത്വം തന്നെയുണ്ട്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വേണം അങ്ങോട്ട് ജ്യോതിഷം കേൾക്കാൻ, മുന്നോട്ട് പോകാൻ എന്നുള്ള കാര്യം അറിയാം. നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്ന വൈബ്രേഷൻ ക്രിയേഷൻ കൊണ്ട് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ആ വൈബ്രേഷനെ നമുക്ക് എങ്ങനെയെങ്കിലും സ്വാധീനിക്കുവാൻ കഴിയുമോ എന്നുള്ളൊരു ശ്രമം കൂടിയാണ് പ്രാർത്ഥന. അത് ഇൻഡിവിജ്വൽ വേരിയേഷനുണ്ട്. ഓരോ വ്യക്തിയിലും അതിൻ്റെ ആ കഴിവ് വ്യത്യസ്തമായിരിക്കും എന്നുള്ളതാണ്. എല്ലാം അടിസ്ഥാനപരമായിട്ട് പാർട്ടിക്കിൾ വേവ് തിയറി, ഇത് രണ്ടും നമ്മുടെ യൂട്യൂബിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്തത് പഠിക്കാം എന്നുള്ളതേ ഉള്ളൂ. പാർട്ടിക്കിൾ തിയറി, വേവ് തിയറി, ഇതിനെയൊക്കെ എങ്ങനെ സ്വാധീനിക്കാൻ പറ്റും? നമ്മുടെ ഈ വൈബ്രേഷൻ റിലീസാണ് ഈ പ്രാർത്ഥന. ശബ്ദം തന്നെ ഒരു ഇല്യൂഷനാണ്. ടിംപാനം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ വൈബ്രേഷനെ ശബ്ദമായിട്ട് നമ്മൾ അറിയുന്നത് അല്ലെങ്കിൽ ഉൾക്കൊള്ളുന്നത്. ശരിക്കത് വൈബ്രേഷനാണ്. ഒരു വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആ എൻവയൺമെൻറ്റിൽ ചലനങ്ങളുണ്ടാകും. സോണിക് ബൂം, പ്ലെയിൻ പോകുമ്പോൾ വരുന്ന ആ വൈബ്രേഷൻ, ഭൂമിയിൽ ഗ്ലാസസൊക്കെ വൈബ്രേറ്റ് ചെയ്യുന്നില്ല. ഇതുപോലെ ശബ്ദം നമ്മൾ ശബ്ദമല്ല, വൈബ്രേഷൻ പുറപ്പെടുവിക്കുമ്പോൾ നമ്മൾ ശബ്ദമായിട്ട് അറിയുന്നു. പക്ഷെ ആ വൈബ്രേഷൻ ചുറ്റുമുള്ള എല്ലാ ചരാചരങ്ങളെയും സ്വാധീനിക്കുന്നു എന്നുള്ള കാര്യം അറിയാം. ആ സ്വാധീനം നമുക്ക് എത്രത്തോളം അനുകൂലമാണ് എന്ന് നമ്മൾ സ്വയം അന്വേഷിച്ച് കണ്ടുപിടിക്കുക. ഈ മന്ത്രജപം, സ്തോത്രജപം, ക്ഷേത്രാദി, എന്തിനാഇപ്പോൾ ക്ഷേത്രത്തിൽ പോകുന്നു? വീട്ടിലിരുന്നപ്പോൾ അങ്ങനെ. ക്ഷേത്രത്തിലൊരു കോൺഷ്യസ്നെസ് ലെവലുണ്ട്, ഒരു ബോധമുണ്ട് അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മൈക്രോ പാർട്ടിക്കിൾ എന്നൊരു ബോധമുള്ളതുപോലെ പ്രപഞ്ചത്തിനൊരു ബോധമുള്ളതുപോലെ പീഠവപ്പാതി, എന്തുകൊണ്ടാണ് ഈ സമയത്ത് ഇങ്ങനെ മഴ വരുന്നത്? അതൊരു പ്രോഗ്രാം അനുസരിച്ചിട്ടാണ് എല്ലാം പോകുന്നത്. വിൻ മൂവ്മെൻറ്റ്, നമ്മൾ തെക്കൻ കാറ്റെന്ന് പറയും, അതും ഒരു പ്രോഗ്രാമിനനുസരിച്ചാണ് മൂവ് ചെയ്യുന്നത്. ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നു എന്നുള്ള ഒരു സങ്കല്പം
സങ്കല്പം, അതും ഒരു പ്രോഗ്രാം. എല്ലാം പ്രോഗ്രാമാണ്. സൂര്യൻ ഇന്ന സമയത്ത് ഉദിക്കുന്നു, ദാറ്റ് ക്യാൻ ബി പ്രെഡിക്റ്റഡ്. ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് സൂര്യൻ ഉദിക്കും എന്ന് നമുക്ക് നേരത്തെ പറയാൻ കഴിയും. ആ പ്രെഡിക്റ്റബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ ആ അറിവുണ്ടാക്കിയെടുത്താണ് നമ്മൾ പ്രവചനം നടത്തുന്നത്. അപ്പോൾ അതുപോലെ ജ്യോതിഷത്തിനകത്ത് ഇന്ന പ്ലാനറ്ററി പൊസിഷൻസ് ഇന്ന തലങ്ങളിൽ ഇന്ന രാശികളിൽ ഇത്രയും ഡിഗ്രി ഡിസ്റ്റൻസിൽ ചലിക്കുമ്പോൾ നമുക്കുണ്ടാകുവാൻ സാധ്യതയുള്ള ഫലങ്ങളാണ്. അത് എല്ലാവർക്കും എല്ലാ രീതിയിലും അങ്ങനെ തന്നെ വരണമെന്നില്ല, അത് വ്യത്യസ്തമായിരിക്കും. അതാണ് അടിസ്ഥാന ജാതകത്തിനും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. അപ്പോൾ നമ്മൾ ഇക്വേറ്ററിന് അടുത്ത് ജനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ഈ രീതിയിലിരിക്കും. ഇക്വേറ്ററിൽ നിന്ന് അകന്നു പോകുന്തോറും, ഭൂമധ്യരേഖയിൽ നിന്ന് അകന്നു പോകുന്തോറും നമ്മുടെ ശരീരത്തിൻ്റെ ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഗുണപരമായിട്ടുള്ളത് പോസിറ്റീവ് ഓർ നെഗറ്റീവ്, എല്ലാത്തിലും പോസിറ്റീവും നെഗറ്റീവും ഉണ്ടല്ലോ, വ്യത്യാസമായിരിക്കും. ടെമ്പറേറ്റ് സോണിലുള്ളവരുടെ സ്വഭാവത്തിൽ തന്നെ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് വേണം ജ്യോതിഷത്തെ കാണാനായിട്ട്. അല്ലാണ്ട് വെറുതെ നമ്മൾ ഇതിലെന്താ കാര്യം ഇപ്പോൾ എന്ന് ചോദിക്കുന്നതല്ല. അനുഭവിച്ചറിയുക, അതിൽ പ്രയോജനം ഉണ്ടെങ്കിൽ ഉണ്ടാവട്ടെ, ഉണ്ടാകുന്നവർക്കുണ്ടായിക്കോട്ടെ. അതുകൊണ്ട് നമ്മൾ വലിയ പണമൊന്നും ചിലവാക്കേണ്ട കാര്യമില്ല, വലിയ സമയം അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. കുറച്ച് സമയം നമ്മൾ അതിനു വേണ്ടി ഒന്ന് സ്പെൻഡ് ചെയ്ത് നോക്കും. നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനം അതിന് വരുത്തുവാൻ കഴിയുമെങ്കിൽ അത് ശീലിക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥന ശീലമാക്കുക. ജീവിതത്തിൽ പല പ്രതിസന്ധികളും നമുക്ക് വളരെ എളുപ്പം അതിജീവിക്കുവാൻ കഴിയും എന്നുള്ള കാര്യം പ്രത്യേകം അറിയുക. ഒരാൾക്ക് പറ്റിയില്ല എന്ന് വെച്ചാൽ മറ്റൊരാൾക്ക് പറ്റിക്കൂടായികയില്ല. അപ്പോൾ ആ രീതിയിൽ പോസിറ്റീവായിട്ട് ചിന്തിച്ച് മുന്നോട്ട് പോവുക. ജീവിതം അർത്ഥസമ്പുഷ്ടമാകും എന്ന് അറിയുക. ഇനി രാശിഫലമാണ്. ആദ്യമായി മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക ആദ്യത്തെ കാൽഭാഗം. യാത്രകളുണ്ടാകാം, വൈകാരികമായിട്ടുള്ള ചില പ്രയാസങ്ങളുണ്ടാകാം. വളരെ ബുദ്ധി വരുന്ന ഒരു കാലമാണ്. എന്നാൽ ബുദ്ധി യുക്തിയോടുകൂടി നമ്മൾ പ്രയോഗിക്കേണ്ട ഒരു സമയവുമാണ്. നമുക്ക് ഈ ഇടരശനിക്കാലമൊക്കെ ആരംഭിച്ചിട്ടുള്ളതുകൊണ്ട് നമുക്കെതിരായിട്ടുള്ള ചില കാര്യങ്ങളിങ്ങനെ അടുത്തടുത്ത് വരാം. അത് നമ്മൾ വേണ്ട രീതിയിൽ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ പല പ്രയാസങ്ങളും നീങ്ങിപ്പോവുകയും ചെയ്യും. ജോലി മാറുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക. ഇപ്പോഴത്തെ ജോലിയിൽ നിന്ന് നല്ല വരുമാനം കിട്ടാനുള്ള ഭാഗ്യമുണ്ട്, അഡീഷണൽ ഇൻകം വരാനുള്ള ഒരു ഭാഗ്യമുണ്ട്. അതായത് സാലറി അറിയാസോ സാലറി ഹൈക്കോ ഇങ്ങനെ എന്തെങ്കിലും ഒരു നേട്ടം വരാനുള്ള ഭാഗ്യമുണ്ട്. പുതിയ ജോലിക്ക് ഉള്ള സാധ്യതകളും തെളിഞ്ഞ് വരും എന്നുള്ളതാണ്. ജീവിത പങ്കാളിയുമായി, അടുത്ത ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസം വരാതെ ശ്രദ്ധിക്കണം. അവരുടെ ഉപദേശം കാര്യമായി സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നതാണ് ഭാവിക്ക് നല്ലത്. കാരണം ഏഴശനി അടുത്ത് വരുമ്പോൾ ഇങ്ങനെയാണ് റോങ് ഡെസിഷൻ മേക്കിംഗ് എപ്പോഴും വരും. പ്രത്യേകിച്ച് പ്രണയ കാര്യങ്ങളിൽ, സോഷ്യലൈസേഷനിൽ ഇതൊക്കെ ഒന്ന് നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്നതുകൊണ്ട് നേട്ടങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും. പഴയ ബാധ്യതകളുള്ളവർക്ക് ദേവീ പൂജ അത്യാവശ്യമാണ്. ഭദ്രകാളി ക്ഷേത്രത്തിലെ ദർശനം നടത്തുക. ഏറെ കടമൊക്കെ വന്നിട്ടുള്ളവർക്ക് കഴിഞ്ഞ ഒരു വർഷമായിട്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടായിട്ടില്ല എങ്കിൽ അവർ ഭദ്രകാളി 10 എന്നുള്ള സ്തോത്രം ജപിക്കേണ്ടതാണ്. പ്രയാസങ്ങൾ നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. അത് 9 മാസം എടുക്കും, പക്ഷെ പ്രയാസങ്ങൾ നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. ഇടവം രാശി. കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം ആദ്യത്തെ പകുതി ഭാഗം. ദൂരദേശത്ത് നിന്ന് അനുകൂലമായിട്ടുള്ള വാർത്തയൊക്കെ കേൾക്കാനുള്ള ഒരു യോഗമുണ്ട്. ദൂരദേശത്തേക്ക് പോകാനുള്ള ഒരു സാധ്യത. അത് എഡ്യൂക്കേഷനാകാം, ജോലിക്കാകാം, ഹയർ എഡ്യൂക്കേഷനാകാം, അല്ലെങ്കിൽ ഒരു പിക്നിക് ടൂറാകാം. ഇതിനൊക്കെയുള്ള ഭാഗ്യമുള്ളൊരു വാരമാണ്. അവിചാരിതമായി പണം വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ടെന്നുള്ളതാണ്. നമുക്ക് പണം വന്നു ചേരുമ്പോൾ തന്നെ നമുക്ക് ആഡംബരങ്ങൾക്കായി അത് ചിലവാക്കാനുള്ളൊരു താല്പര്യവും ഏറിയിരിക്കും. അതൊന്ന് നിയന്ത്രിക്കുക. പഴയ ബാധ്യതകളുള്ള ഒരു കാലമായിരുന്നു. ആ ബാധ്യതകളൊന്ന് കുറയ്ക്കാനുള്ള ഒരു സംവിധാനമാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. വിവാഹ കാര്യങ്ങളിൽ ഒരു തീരുമാനമാകും. വിവാഹ ആലോചനകൾ വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ളതാണ്. പ്രണയം വിവാഹത്തിലെത്തുവാനുള്ള ഭാഗ്യവും, ആഡംബരങ്ങൾക്കായി പണം ചെലവാക്കുകയോ അല്ലെങ്കിൽ കോസ്റ്റ്ലി പ്രസൻസ് ലഭിക്കുവാനുള്ള ഭാഗ്യമോ ഉണ്ട്. ചിട്ടി മുതലായ കാര്യങ്ങൾ ലഭിക്കുവാനുള്ള യോഗം. വീട് പണിയെക്കുറിച്ച് ചിന്തിക്കുവാനും വാഹനത്തെക്കുറിച്ച് ചിന്തിക്കുവാനോ വാങ്ങുവാനോ ഉള്ള ഭാഗ്യവും ഈ വാരം കാണുന്നു. അനുകൂലമായിട്ടുള്ള ഈ ഫലങ്ങളിലെ തടസ്സങ്ങൾ നീക്കുവാനായി മഹാഗണപതിയെ പ്രത്യേകം പ്രാർത്ഥിക്കുക. ശ്രീ ഗണേശ അഷ്ടോത്തര ശതനാമാവലി ഭക്തിപൂർവ്വം ജപിച്ചുകൊണ്ട് അടുത്ത ക്ഷേത്രത്തിലെ ഗണപതിയെ കഴിയുന്നതും ദിവസവും വണങ്ങുക. എല്ലാ പ്രയാസങ്ങളും നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. മിഥുനം രാശി. മകയിര അവസാനത്തെ പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യത്തെ മുക്കാൽ ഭാഗം.
ജന്മവ്യാഴം എന്നൊക്കെ പറയും. അതായത് ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കാനായിട്ട് വളരെയധികം ടെൻഷൻ അനുഭവിക്കുന്ന ഒരു കാലമാണ്. അതായത് സന്തതിയുടെ കാര്യത്തിലാകാം, അല്ലെങ്കിൽ അവരുടെ വിവാഹ കാര്യത്തിലും എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലും ഒക്കെ ടെൻഷൻസ് വരാം. അവർക്ക് ഹയർ എഡ്യൂക്കേഷൻ പോസിബിലിറ്റി ഉണ്ട് ഈ രാശിയിൽ ജനിച്ചവർക്ക്. കുറച്ചൊരു ദൂരസ്ഥലത്തേക്കുള്ള യാത്രയോ ജോലിയോ അനുകൂലമല്ലാത്ത ട്രാൻസ്ഫേഴ്സൊക്കെ വരാമെങ്കിൽ തന്നെയും അതിലൊരു അധികാരം, ഒരു പവർ ആൻഡ് അതോറിറ്റി വരാനുള്ള ഒരു ഭാഗ്യം ഈ വാരം കാണുന്നു. പുതിയ ജോലിക്കായിട്ട് അന്വേഷിക്കാവുന്നതാണ്. എന്നാൽ ജോലി പെട്ടെന്ന് മാറുന്നതിന് പറ്റിയ നല്ല സമയമല്ല. കാരണം പുതിയ സ്ഥലത്ത് ചിലപ്പോൾ ഇതിനേക്കാൾ പ്രോബ്ലംസ് വന്നേക്കാം എന്നുള്ളതാണ്. വാക്ക് ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അഭിപ്രായ വ്യത്യാസം, അകൽച്ച, ഇത് ഓഫീസിലാകാം ഗൃഹത്തിലാകാം, അതിനുള്ള സാധ്യത ഏറെയാണ് എന്നുള്ളതാണ്. ഡ്രാസ്റ്റിക് ആയിട്ടുള്ള തീരുമാനങ്ങൾ, അതായത് എടുത്തു ചാടിയുള്ള റെവല്യൂഷണറി എന്നൊക്കെ പറയില്ല, അങ്ങനെയുള്ള തീരുമാനങ്ങളൊന്നും എടുക്കരുത് ഒരു കാര്യത്തിലും. പ്രത്യേകിച്ച് പ്രണയത്തിലും വിവാഹത്തിലും ഒക്കെ വളരെ ഒന്ന് കൺട്രോൾഡ് ആയിരിക്കുന്നത് വളരെ നന്നായിരിക്കും എന്ന് കാണുന്നു. ചെലവിലൊരു നിയന്ത്രണം കൂടി ഈ വാരം പാലിക്കുന്നത് കൊണ്ട് സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളും കുറേയൊക്കെ കൺട്രോൾഡ് ആകും എന്നുള്ളതിൽ സംശയം വേണ്ട. പൊതുവെയുള്ള എല്ലാ പ്രയാസങ്ങളും നീങ്ങി മനസ്സിന് സമാധാനവും സന്തോഷവും വരുവാനായിട്ട് ശ്രീകൃഷ്ണ സ്തോത്രം ഭക്തിപൂർവ്വം ജപിക്കുക. മുകുന്ദാഷ്ടകം വളരെ നല്ലതാണ്, അത് ജപിച്ചോളൂ. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ബുധനാഴ്ചയും വ്യാഴാഴ്ചയും ദർശനം നടത്തി അവിടെ നിന്ന് മുകുന്ദാഷ്ടകം 5 പ്രാവശ്യം വെച്ച് ജപിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും ഭഗവാൻ നീക്കിത്തരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. കർക്കിടകം രാശി, പുണർന്ന അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം. മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന ഒരു അനുഭവമെങ്കിലും, അതായത് വളരെ കാലമായി ആഗ്രഹിച്ചിരുന്ന് നടക്കാത്ത ഒരു കാര്യം നടന്നു കിട്ടാനുള്ള ഭാഗ്യമുണ്ട് എന്ന് പ്രത്യേകിച്ച് അറിയാം. ഒരുപക്ഷെ അതൊരു സൗഹൃദമായിരിക്കാം. യങ്സ്റ്റേഴ്സിനും ആ മൈൻഡ് സെറ്റ് ഉള്ളവർക്ക് ഒരുപക്ഷെ അത് പ്രണയമായിരിക്കാം. അതുകൊണ്ട് ജീവിതത്തിൽ വളരെയധികം ഉയർച്ച വരാനും നേട്ടങ്ങൾ വന്നു ചേരാനും ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യവും പ്രത്യേകിച്ച് അറിയാം. ഒരു സൗഹൃദം കൊണ്ട് തന്നെ നമുക്ക് കോൺടാക്ട്സ് മെച്ചമാവുകയും ആ ഹൈ കോൺടാക്ട്സ് കൊണ്ട് പ്രാക്ടിക്കൽ ലൈഫിലും ബിസിനസ് റിലേറ്റഡ് മാറ്റേഴ്സും കല, സാഹിത്യം, സംഗീതം ഇങ്ങനെയുള്ള രംഗത്തുമൊക്കെ വളരെയധികം ഉയർച്ച വരാനുള്ള ഭാഗ്യമുണ്ട്. ചില വ്യക്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കും ആൻഡ് യു വിൽ സ്റ്റിക്ക് ഓൺ ടു ദാറ്റ് ഡിസിഷൻ എന്നുള്ളതാണ്. അതിന് കാരണം വളരെ കാലമായിട്ട് ബുദ്ധിമുട്ടിച്ചിരുന്ന ശനി അഷ്ടമത്തിൽ നിന്നും ഭാഗ്യസ്ഥാനത്തേക്ക് പോയി എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അഷ്ടമശനി എന്ന് പറയുന്നത് ഇപ്പോൾ പൂയ നക്ഷത്രത്തിന് നക്ഷത്രനാഥനാണ് എന്ന് പോലും പറഞ്ഞാലും അഷ്ടമശനി, പ്രത്യേകിച്ച് ശനി, അത് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഒരു കേപ്പബിലിറ്റി ഉള്ള ഒരു രാശിയിൽ കൂടിയാണ്. അതായത് കുംഭം രാശിയിൽ നിന്നാണ് മീനം രാശിയിലേക്ക്. അപ്പോൾ കുംഭം രാശിയിൽ നിന്നപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ടൊക്കെ എന്തൊക്കെ നേട്ടങ്ങൾ വന്നാലും, പണം ധാരാളം വന്നാലും അതിലൊന്നും ഉണ്ടാവില്ല, എല്ലാം ചിലവായി പോലെ ഈ പഴയ ബാധ്യത തീർത്തൊക്കെ പോകും. എന്താ ഒന്നും നടക്കാത്തതെന്ന് സ്വയം ചോദിച്ചിരുന്ന ഒരു കാലമായിരുന്നു ഒരുപക്ഷെ കഴിഞ്ഞ 5 വർഷം. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ശനിയുടെ മാറ്റം കൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം എല്ലാവരും പറഞ്ഞിട്ടുണ്ടാകും കഴിഞ്ഞ 1 വർഷമായിട്ട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ലാഭസ്ഥാനത്ത് വ്യാഴൻ സഞ്ചരിക്കുകയാണ്, ദൈവാധീനകാരകനായിട്ടുള്ള വ്യാഴൻ സഞ്ചരിക്കുകയാണ്, ഇനി എന്ത് വേണം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അതിൻ്റെ നേട്ടങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും, കുറച്ച് പണമൊക്കെ വന്നിട്ടുണ്ടാവും. എന്ന് സംശയം വേണ്ട. അത് ഈ അഷ്ടമശനി ഉള്ളതുകൊണ്ട് എല്ലാം അങ്ങ് കൊണ്ടുപോകും, എല്ലാം ഓരോ വഴിക്ക് അങ്ങ് പോയിട്ടുണ്ടാകും എന്നുള്ളതാണ്. 3-4 വർഷമായിട്ട് എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ എക്സ്പെൻസോ അഡീഷണൽ എക്സ്പെൻസോ മാരേജ് എക്സ്പെൻസോ എഡ്യൂക്കേഷണൽ എക്സ്പെൻസോ കാരണം എല്ലാം അങ്ങോട്ട് ചിലവായി പോയിട്ടുണ്ട്. അതുകൊണ്ടൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല. ജീവിതത്തിലെ കാര്യമായിട്ടുള്ള മാറ്റങ്ങളുടെ സൂചനകൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയാം. രാശിനാഥനായിട്ടുള്ള ചന്ദ്രനെ ബലപ്പെടുത്തുക. നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ചന്ദ്രന് ആഴ്ചതോറും തിങ്കളാഴ്ചകൾ പ്രിഫറബിളി അവിടെ പോയി പുഷ്പാഞ്ജലി കഴിപ്പിക്കുക, ചന്ദ്രനെ വണങ്ങുക. പ്രത്യേകിച്ച് നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിലാണ് ഇത് അനുഷ്ഠിക്കേണ്ടത്. ദുർഗാപ്രീതി, ദുർഗാ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ദുർഗയെ വണങ്ങുന്നതും ശുഭമാണ്. വെളുത്ത പുഷ്പങ്ങൾ അവിടെ സമർപ്പിക്കുക എന്നുള്ളതാണ്. ചന്ദ്രൻ്റെ നിറം തന്നെ ഇവർ വൈറ്റ് ഡ്രസ്, വൈറ്റ് കളർ, ബ്രൈറ്റ് വൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്ന വൈറ്റ് അല്ല, ബ്രൈറ്റ് വൈറ്റ് വിച്ച് വിൽ റിഫ്ലക്റ്റ് യുവർ കോംപ്ലക്ഷൻ, അത് ധരിക്കുന്നത് വളരെ നല്ലതാണ്. ഇതേ നിറത്തിലുള്ള വസ്ത്രം ദാനം ചെയ്യുന്നതുകൊണ്ടും പ്രയാസങ്ങൾ നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. ചന്ദ്രസ്തോത്രം ദിവസവും ജപിച്ചോളൂ. ജീവിതത്തിൽ സാരമായിട്ടുള്ള മാറ്റങ്ങൾ വരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. ചിങ്ങം രാശി, മകം, പൂരം, ഉത്രം ആദ്യത്തെ കാൽഭാഗം. എന്താ ഇപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഇങ്ങനെ തടസ്സം വരുന്നത് എന്നൊക്കെ തോന്നാമെങ്കിലും
തടസ്സങ്ങൾ അങ്ങ് അലിഞ്ഞലിഞ്ഞ് ഇല്ലാതാകുന്നില്ലേ എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കുന്നതിൻ്റെ സൂചനകൾ ലഭിക്കുന്ന ഒരു വാരമാണെന്നുള്ളതാണ് അത് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം. കുറേ കാലമായിട്ട് അത് അനുഭവിച്ചിട്ടുള്ളതുകൊണ്ട് നേട്ടങ്ങൾ വരാൻ പോകുന്നു എന്ന് പറഞ്ഞാലും വിശ്വാസം ഉണ്ടാവില്ല. കാരണം കഴിഞ്ഞ കുറേ കാലമായിട്ട് ഈ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടി ഉദ്ദേശിക്കുന്ന ഒരു കാര്യവും നടക്കാണ്ട് ചിലർക്കൊക്കെ ഈ പവർ ആൻഡ് അതോറിറ്റി ഉള്ളവർക്കും കൂടുതൽ സാമ്പത്തിക ബാധ്യതയുള്ളവർക്കുമൊക്കെ ഒരുപക്ഷെ നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ മുമ്പിലൊക്കെ അല്പം ഒരു ക്ഷീണം ഉണ്ടായിട്ടുണ്ടാകും. അങ്ങനെയുള്ള ചില അനുഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടാകാം കഴിഞ്ഞ കാലത്ത്. അതിനൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു കാലം ആരംഭിച്ചിട്ടുണ്ട് എന്ന് ഉള്ളിലൊരു തോന്നൽ ഉണ്ടാകുന്ന ഒരു വാരമാണ്. അതിന് സംശയം വേണ്ട. മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഒരു രാവിലെ ഒരു പ്രഭാതത്തിൽ എല്ലാം കൂടി മാറുന്നുള്ളതല്ല. അതിൻ്റെ ഒരു ആത്മവിശ്വാസം, ഒരു ഫീല് നമുക്ക് തോന്നിത്തുടങ്ങുന്ന ഒരു കാലം ആരംഭിച്ചിട്ടുണ്ട്. വിവാഹ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. വിവാഹാലോചനകൾ വന്നു തുടങ്ങും. പ്രണയം വിവാഹത്തിലെത്തുവാനുള്ള ഭാഗ്യമുണ്ട്. പൊതുവെ നേട്ടങ്ങൾ തന്നെയാണ് കാണുന്നത് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. എന്നാൽ പഴയ ബാധ്യതയുള്ളവർക്ക് അതങ്ങോട്ട് തീർക്കാനായിട്ട് തൽക്കാലം കഴിഞ്ഞു എന്ന് വരില്ല. പക്ഷേ ഒരു കോൺഫിഡൻസ് ഉണ്ടാകും എന്നുള്ളതാണ്. സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെയുള്ള പ്രയാസങ്ങൾ നീക്കുവാനായിട്ട് മഹാലക്ഷ്മി അഷ്ടകം നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ എന്നാരംഭിക്കുന്ന ആ സ്തോത്രം 5 പ്രാവശ്യം ദിവസവും ജപിച്ചോളൂ. ദേവി കൂടെ ഉണ്ടാവും. പ്രയാസങ്ങൾ നീക്കിത്തരുന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. കന്നിരാശി ഉത്തര അവസാനത്തെ 1/4 ഭാഗം, അത്തം ചിത്തിര ആദ്യത്തെ പകുതി ഭാഗം. ആരോഗ്യകാര്യങ്ങളിൽ ഒരു ശ്രദ്ധ വേണം. ഈ രാശിയിൽ ജനിച്ചവരുടെ അമ്മയ്ക്ക് അല്ലെങ്കിൽ മാതൃസ്ഥാനീയർക്ക് ചെറിയ ആരോഗ്യ പ്രയാസങ്ങൾ വരുന്ന ഒരു സമയമാണ്. അല്ലെങ്കിൽ വൈകാരിക പ്രയാസങ്ങൾക്കുള്ള സാധ്യത ഏറെയാണ്. അവർക്ക് സന്തോഷമുണ്ടാക്കുന്ന പ്രവൃത്തികൾ ചെയ്യുക എന്ന് മാത്രമല്ല, കുടുംബനാഥനെ നമ്മൾ കുറച്ച് വരുമാനമൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കുടുംബനാഥനെ അല്ലെങ്കിൽ അമ്മയെ അല്ലെങ്കിൽ അച്ഛനെ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കൊടുത്ത് നമ്മൾ സന്തോഷിപ്പിക്കുക എന്നുള്ളതിന് വളരെ പ്രാധാന്യമുള്ള ഒരു കാലമാണെന്ന് പ്രത്യേകിച്ച് അറിഞ്ഞോളൂ. ശനിയുടെ ഒരു പ്രത്യേക സ്ഥിതി അനുസരിച്ച് ദാനധർമാദികൾക്ക് പ്രാധാന്യം കൊടുത്തു മുന്നോട്ട് പോകേണ്ട ഒരു കാലമാണ്. അതുകൊണ്ട് തന്നെ അനുഭവങ്ങളിലുള്ള വൈകാരിക പ്രയാസങ്ങൾ അങ്ങോട്ട് കുറയും. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് സാമ്പത്തികമായിട്ട് അല്പം മെച്ചപ്പെട്ടു എങ്കിൽ തന്നെയും കുടുംബത്തിൽ വൈകാരികമായിട്ടുള്ള ചെറിയ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. പ്രത്യേകിച്ച് സന്തതിഭാവവുമായിട്ട് ബന്ധപ്പെട്ട് സന്തതിയുടെ പഠനകാര്യങ്ങളിലോ അവരുടെ ക്യാരക്ടർ ഡെവലപ്മെൻറ്റിലോ ഒക്കെ അല്പം ഒരു ടെൻഷൻ ഉണ്ടാക്കുന്ന അനുഭവങ്ങൾ വന്നിരിക്കാം. ബിസിനസ്സിൽ വരുമാനമൊക്കെ ഉണ്ടായിരുന്നു. പഴയ ബാധ്യതകളൊക്കെ ഒരുപക്ഷെ അല്പം കുറയ്ക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടാകും. എങ്കിൽ തന്നെയും നമ്മൾ ഉദ്ദേശിച്ച ഒരു പ്രോഗ്രസ് പലപ്പോഴും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എന്ന് മാത്രമല്ല, ആ പ്രോഗ്രസ് എവിടെയോ തടസ്സപ്പെടാനുള്ള സാധ്യതയോ അല്ലെങ്കിൽ തടസ്സപ്പെട്ടിരിക്കുവാനോ ചില വ്യക്തികളുടെ സാന്നിധ്യമോ ചില വ്യക്തികളുടെ പ്രവൃത്തികളോ നമ്മുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നതായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടായിരിക്കാം. അതിലൊരു മാറ്റം വരുത്തേണ്ട ഒരു കാലമാണ്. അതിനായിട്ട് ഭദ്രകാളി ക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന കഴിപ്പിക്കുക. കുങ്കുമവും തെറ്റിപ്പൂവും ചുവന്ന പട്ടുകൂടെ സമർപ്പിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും കുറയും എന്നുള്ളതിൽ സംശയം വേണ്ട. അനുകൂലമായിട്ടുള്ള ഫലസൂചനകൾ വന്നു തുടങ്ങുകയും ചെയ്യും എന്നുള്ളതിൽ സംശയം വേണ്ട. പച്ച നിറത്തിലുള്ള ഗ്രീൻ, ബ്രൈറ്റ് ഗ്രീൻ ഡ്രസ്സ് അല്ലെങ്കിൽ ആ ഷെയ്ഡ്സ് ധരിക്കുന്നത് നല്ലതാണ് എന്നുള്ള കാര്യവും അറിഞ്ഞോളൂ. സന്തോഷമായിരിക്കാം. തുലാം രാശി ചിത്തിര അവസാനത്തെ പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യത്തെ 1/4 ഭാഗം. സാമ്പത്തിക രംഗത്ത് മാറ്റങ്ങൾ തുടങ്ങുന്നതിൻ്റെ ഒരു സൂചന ലഭിക്കാനുള്ളൊരു ഭാഗ്യമുണ്ട്. അതായത് ഒരു ബിസിനസ്സിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ഡൾനെസ്, ഒന്നും അങ്ങോട്ട് നീങ്ങാത്ത ഒരവസ്ഥയിൽ ഒരു ചലനം പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. കുറച്ച് ഓർഡേഴ്സൊക്കെ വരാം, അല്ലെങ്കിൽ ഓഫേഴ്സൊക്കെ വരാം. പുതിയ കോൺട്രാക്റ്റ് അഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നതിൻ്റെ ഒരു ചർച്ചയൊക്കെ നടക്കുവാനോ അല്ലെങ്കിൽ പുതിയ അവസരങ്ങൾ സിനിമ, TV, മീഡിയയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ വന്നു ചേരാനുള്ളൊരു ഭാഗ്യമുണ്ട്. വിവാഹ കാര്യത്തിലും ഉണ്ടായിരുന്ന ഒരു ഒന്നും നടക്കാത്ത ഒരവസ്ഥയിൽ നിന്നൊരു മാറ്റവും പ്രതീക്ഷിക്കാവുന്നതാണ്. അവിചാരിതമായിട്ട് ചില ഓഫേഴ്സ്, ഇപ്പോൾ വസ്തു വിൽപ്പനയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അവിചാരിതമായിട്ടുള്ള ഓഫേഴ്സ് വരാം. ബിസിനസ്സിൽ തന്നെ ഒരു വിപുലീകരണം, ഒരു എക്സ്പാൻഷൻ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ബിസിനസ് വിട്ട് മറ്റൊരു ബിസിനസ്സിലേക്ക് പോകാനോ, ജോലിയിൽ തന്നെ ചിലർക്കൊക്കെ ഈ കാലം കഴിഞ്ഞ ചില കാലങ്ങളിൽ ജോലി നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ജോലിയിൽ ടെൻഷൻസ് അധികം വരികയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം. പുതിയ ചില ജോലി തരപ്പെടുന്നതിൻ്റെ സൂചനകൾ ലഭിക്കുവാനുള്ള ഭാഗ്യം. ആരെങ്കിലും നമുക്ക്
നമുക്ക് ഇങ്ങോട്ട് ചില ഓഫേഴ്സൊക്കെ വെക്കാനുള്ള ഒരു ഭാഗ്യമൊക്കെ കാണുന്നു. നമുക്ക് കോൺടാക്ട്സ് ഉണ്ടെങ്കിൽ അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കേണ്ട ഒരു സമയമാണ്. അതിൻ്റെ ഫലമുണ്ടാകും എന്നുള്ള കാര്യവും പ്രത്യേകിച്ച് അറിഞ്ഞോളൂ. വിവാഹം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ കാണുന്നു. ഈ സമയത്ത് പ്രണയമൊന്നും വേണ്ട കേട്ടോ. പക്ഷെ പ്രണയമുള്ളത് തന്നെ അതിലൊരു ഡിസിഷൻ മേക്കിംഗ് എടുക്കുന്നത് ആചാര്യസ്ഥാനീയർ, നമ്മുടെ കാരണവസ്ഥാനീയരുടെ അവരുടെ അനുവാദത്തോടു കൂടി മാത്രം മുന്നോട്ട് പോവുക. വിദ്യാർത്ഥികൾക്ക് ഹയർ എഡ്യൂക്കേഷനുള്ള ഭാഗ്യം കാണുന്നു. പ്രൊഫഷണൽ കോഴ്സസിനൊക്കെ അഡ്മിഷൻ ലഭിക്കുവാനുള്ള യോഗവും കാണുന്നു. തടസ്സങ്ങളൊക്കെ നീക്കുവാനായി അടുത്ത ക്ഷേത്രത്തിലെ ഗണപതിക്ക് തിങ്കളാഴ്ച ഒരു നാളികേരം സമർപ്പിച്ച് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. ശ്രീ ഗണേശ സ്തോത്രം കൂടി, സങ്കടനാശ അല്ലെങ്കിൽ സങ്കടഹര ഗണേശ അഷ്ടകമുണ്ട്, അതൊന്ന് ജപിച്ചോളൂ. പ്രണമ്യ ശിരസാദേവം ഗൗരീപുത്രം വിനായകം എന്നുള്ള സ്തോത്രം ജപിച്ചോളൂ. ഈ സമയത്താണ് അത് ജപിക്കേണ്ടത്. തടസ്സങ്ങളൊക്കെ നീങ്ങിക്കോളും, ജീവിതത്തിൽ ഉയർച്ച വരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. വൃശ്ചികം രാശി, വിശാഖ അവസാനത്തെ കാൽഭാഗം, അനിഴം തൃക്കേട്ട. ചിലവ് അധികം ആകുന്ന ഒരു വാരമാണ്. വരുമാനം ഉണ്ടാവും. കഴിഞ്ഞ കാലത്ത് തിരക്കേടില്ലാത്ത വരുമാനമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വരുമാനത്തിലൊരു വർധനവില്ലാത്തത് കൊണ്ടുള്ളൊരു ടെൻഷൻ വരാം എന്നുള്ളതാണ്. നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ അങ്ങനെ പൂർണ്ണമായിട്ട് അങ്ങോട്ട് ശരിയാകുന്നില്ലല്ലോ എന്നുള്ളൊരു തോന്നൽ IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്കും ബിസിനസ്, ഡിസ്ട്രിബ്യൂഷൻ, മാർക്കറ്റിംഗ് അങ്ങനെയുള്ള ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്കും ഒക്കെ തോന്നാം. അവർ പെട്ടെന്നൊരു മാറ്റം ആഗ്രഹിക്കാമെങ്കിലും തൽക്കാലം ആ മാറ്റം വേണ്ട. ദൈവാധീനം അല്പം കുറഞ്ഞിരിക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ ഡിസിഷൻ മേക്കിംഗ് ഫോൾട്ടി ആകാം. തെറ്റായിട്ടുള്ള തീരുമാനങ്ങളെടുത്ത് ജോലി പെട്ടെന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഉള്ള ജോലി പോലും ഇല്ലാണ്ടാകുന്ന ഒരു കാലമാണെന്ന് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കുക. അവിചാരിതമായിട്ട് ഒരു ടെൻഷൻ വരാം. പ്രത്യേകിച്ചൊരു കാരണം വേണമെന്നില്ല. രാത്രി ഉറങ്ങുമ്പോൾ തന്നെ ഒരു ടെൻഷൻ, അല്ലെങ്കിൽ ഉറക്കത്തിൽ ഇടയ്ക്ക് എഴുന്നേറ്റാൽ ഒരു ടെൻഷൻ. ഇപ്പം നീ എന്താ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകണം, അല്ലെങ്കിൽ ഒരു കാര്യവും ഇല്ലാണ്ട് തന്നെ എന്താ ഇപ്പോൾ ഒരു ടെൻഷൻ എന്നൊക്കെ സ്വയം തോന്നാം എന്നുള്ളതാണ്. പക്ഷേ ടെൻഷൻ്റെ കാര്യമൊന്നുമില്ല എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഈ രാശിയിൽ ജനിച്ചവരുടെ കുട്ടികളുടെ എഡ്യൂക്കേഷനിലോ അവരുടെ കുടുംബ ബന്ധങ്ങളിലോ ഒക്കെ ചെറിയ പ്രയാസങ്ങൾ നേരിടാം. ഉദ്ദേശിക്കുന്ന രീതിയിൽ കുട്ടികൾ വരുന്നില്ലല്ലോ എന്നുള്ളൊരു തോന്നൽ വരാം. അത് ഉറക്കക്കുറവിലേക്കും കൊണ്ടുചെന്നെത്തിക്കാം. അപ്പോൾ ശരീരത്തിനൊരു ക്ഷീണം പകൽ സമയത്തൊക്കെ വരാനുള്ള സാധ്യതയും ഇത് വിദ്യാർത്ഥികളുടെ പഠനത്തെ ബാധിക്കാം. അവർക്കൊരു ക്ഷീണവും ഉറക്കവും പഠനകാര്യങ്ങളിൽ താല്പര്യമില്ലായ്മയും ഒക്കെ വരാം. സംസാരത്തിലും ശ്രദ്ധിക്കണം. ഹൈ ഇറിറ്റബിലിറ്റി വരെ, പെട്ടെന്ന് കോപം വരുന്ന അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാക്കുകൾ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ടെൻഷൻ പിന്നീട് അനുഭവിക്കേണ്ടുന്ന സാഹചര്യം വരാം എന്നുള്ളതുകൊണ്ട് സരസ്വതി ദേവിയാണ് പ്രാർത്ഥിക്കേണ്ടത്. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഈ ശ്ലോകം അങ്ങോട്ട് ജപിച്ചോളൂ 9 പ്രാവശ്യം, രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും. യുക്തിസഹമായിട്ട് സംസാരിക്കാനായിട്ട് സരസ്വതി നാവിൻ തുമ്പിൽ വരും. അതുകൊണ്ട് തന്നെ ജോലിയിൽ മെച്ചമായിട്ടുള്ള അനുഭവങ്ങളും വ്യക്തിബന്ധങ്ങളിൽ കുറച്ചുകൂടെ ഒരു ഊഷ്മളതയും വന്നു ചേരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിട്ടിരിക്കാം. ധനുരാശി, മൂലം പൂരാടം ഉത്രാടം ആദ്യത്തെ കാൽഭാഗം. പല മാറ്റങ്ങളും അനുഭവപ്പെടാം എന്നുള്ളതാണ്. പഴയ സുഹൃത്തുക്കളെയൊക്കെ കണ്ടുമുട്ടാം. ഫ്രണ്ട്ഷിപ്പൊക്കെ പുതുക്കുന്നത് കൊണ്ട് മനസ്സിന് സന്തോഷം വരാം. യാത്രകളുണ്ടായിരിക്കും, പാർട്ടിങ്, പിക്നിക് ഇതൊക്കെ ഉണ്ടാകാനുള്ള ഭാഗ്യമുണ്ട്. ആവശ്യമായിട്ടുള്ള പണമൊക്കെ വന്നോളും. ഇനിയിപ്പോൾ എന്താ, ഒരു പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കാമല്ലോ, നമുക്കതിന് ശ്രമിക്കാമല്ലോ എന്നൊക്കെ ഒരു തീരുമാനം എടുക്കുന്ന സമയമാണ്. ആ തീരുമാനത്തിന് അനുകൂലമായിട്ടുള്ള ഫലസിദ്ധി തന്നെ ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ്. ദൂരദേശത്തേക്കുള്ള യാത്ര അല്ലെങ്കിൽ ജോലി ആഗ്രഹിക്കും. എഡ്യൂക്കേഷനിൽ, ഹയർ എഡ്യൂക്കേഷൻ, വിദേശത്തോ ദൂരദേശത്തോ അഡ്മിഷൻ ലഭിക്കുന്ന ഒരു കാലവുമാണ്. ദൂരദേശത്ത് നിന്ന് വിവാഹാലോചന അല്ലെങ്കിൽ ദൂരദേശത്തുള്ള ഒരാളുടെ പരിചയം, പ്രണയത്തിലെത്തുക അല്ലെങ്കിൽ നല്ലൊരു സൗഹൃദം അതുവഴി ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെയൊക്കെയുള്ളൊരു മനസ്സിന് സന്തോഷവും സമാധാനവും, ചില ആഘോഷ കാര്യങ്ങളിൽ പങ്കെടുക്കുവാനും ഒക്കെയുള്ള ഭാഗ്യമുണ്ട്. ആഡംബരങ്ങൾക്ക് വേണ്ടി പണം ചെലവാക്കുന്ന ഒരു വാരമാണ്. അത് പുതിയ ഡ്രസ്സ്, വാഹനമോ വീടൊക്കെ ഒന്ന് ഉണ്ടാക്കുന്നതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു പ്ലാനിങ് വരാം. ഫ്ലാറ്റൊക്കെ വാങ്ങുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക. ലോൺ ക്രെഡിറ്റ് സൗകര്യങ്ങളോ അല്ലെങ്കിൽ ചിട്ടിയോ ഒക്കെ ലഭിക്കുവാൻ ഭാഗ്യമുള്ളൊരു സമയമാണ്. പൊതുവെ അനുകൂലമായിട്ടുള്ള ഫലസൂചനകൾ കാണുന്നുവെങ്കിലും ശനിപ്രീതി അത്യാവശ്യമാണ്. എല്ലാ കാര്യങ്ങളിലും ആദ്യം ഒരു ചെറിയ തടസ്സം വരാം. ശനിയാഴ്ച വ്രതമെടുത്ത് ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനം നടത്തി ധർമ്മശാസ്ത്ര സ്തോത്രം ഭക്തിപൂർവ്വം ജപിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. മകരം രാശി, ഉത്രാടം അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യത്തെ പകുതി ഭാഗം.
പല കാര്യങ്ങളിലും തീരുമാനമെടുക്കേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം വരും എന്നുള്ളതാണ്. സന്തതിഭാവവുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ ടെൻഷൻസ് ഈ വാരം കാണുന്നു എന്നുള്ളതാണ്. അവരുടെ വിദ്യാഭ്യാസം എന്താ ഇപ്പം നന്നായിട്ട് പോവുമോ, അല്ലെങ്കിൽ റിസൾട്ട്സ് മെച്ചമായിരിക്കുമോ എന്നൊക്കെയുള്ള ചെറിയ ടെൻഷൻസൊക്കെ വരാം. ജോയിൻസുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്ന പ്രയാസങ്ങളിൽ ഒരു കുറവ് വരാം, എങ്കിലും അതിപ്പോഴും തുടരുന്നത് കൊണ്ട് ചില കുറവ് വരാമെങ്കിലും ആ ട്രീറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യണം. പുതിയ ട്രീറ്റ്മെൻറ്റിലേക്ക് മാറാനും പറ്റിയ സമയമാണ്. പുതിയ ജോലി തരപ്പെടാനുള്ള ഭാഗ്യമുണ്ട്. IT ഫീൽഡ് റൈസ് ഉണ്ടാവും, സാലറി ഇൻക്രീസ്, അല്ലെങ്കിൽ ഒരു ബെറ്റർ പൊസിഷൻ, ഇവയൊക്കെ പ്രതീക്ഷിക്കാം. വിദേശയാത്ര, വിദേശ ജോലി, ഇതിനുള്ള ഒരു സാധ്യതയുണ്ട്. പിക്നിക്ക്, ഔട്ടിംഗ്, മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള ഭാഗ്യം, പുതിയ ഡ്രസ്സൊക്കെ വാങ്ങാനുള്ള യോഗം, ചില ആഘോഷങ്ങൾ കുടുംബത്തിൽ ഉണ്ടാകാനുള്ള ഭാഗ്യം, ഇവയൊക്കെ ഈ വാരം കാണുന്നു എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. ഹൈ കോൺടാക്ട്സ് കൊണ്ട് നേട്ടങ്ങൾ വരാം. സിനിമ, TV രംഗങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് റെക്കഗ്നിഷൻ, അവാർഡോ പുതിയ ചാൻസസോ ഒക്കെ വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യവും പ്രത്യേകിച്ച് അറിയാം. അനുകൂലമായിട്ടുള്ള ഈ ഫലസൂചനകളിലെ തടസ്സങ്ങളൊക്കെ നീക്കുവാനായി വ്യാഴപ്രീതിയും വിഷ്ണുപ്രീതിയും വരുത്തുക എന്നുള്ളതാണ്. വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വിഷ്ണു സ്തോത്രം ഭക്തിപൂർവ്വം ജപിക്കുക. ശ്രീ വിഷ്ണു പഞ്ചായുധ സ്തോത്രം ജപിക്കുന്നത് വളരെ നല്ലതാണ്. സ്ഫുരൽ സഹസ്രാര ശിഖാതി തീവ്രം സുദർശനം ഭാസ്കരകോടി തുല്യം സുരദ്വിഷാം പ്രാണവിനാശി വിഷ്ണു ചക്രം സദാഹം ശരണം പ്രപദ്യേ. അപ്പോൾ മഹാസുദർശനം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും, നമുക്ക് രക്ഷകനായിട്ട് എന്നുള്ള ആ ഒരു സങ്കല്പത്തിൽ മുന്നോട്ട് പൊയ്ക്കൊള്ളുക. മനസ്സിന് സന്തോഷവും സമാധാനവും ലഭിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കാം. കുംഭം രാശി, അവിട്ട അവസാനത്തെ പകുതി ഭാഗം, ചതയം, പുരുരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം. ചെറിയ ആരോഗ്യ പ്രയാസങ്ങളോ അതായത് ഡൈജഷൻ സംബന്ധിച്ചിട്ടുള്ള ചെറിയ പ്രയാസങ്ങളോ ഒക്കെ വരാം. അത് എന്ന് മാത്രമല്ല, ഈ അസുഖത്തെക്കുറിച്ച് തന്നെ ചിന്തിച്ചിരിക്കുന്ന ഒരു കാലം കൂടിയാണ്. അത് കഴിഞ്ഞ് കുറച്ച് കാലമായിട്ട് അതുണ്ട്, എനിക്ക് എന്തോ ഒരു പ്രയാസം ഉണ്ടല്ലോ എന്നൊക്കെയുള്ളൂ. പ്രത്യേകിച്ച് പ്രയാസമൊന്നുമില്ല, പക്ഷെ അങ്ങനെ ഒരു തോന്നലുണ്ടാകും എന്നുള്ളതാണ്. കാരണം ജന്മശനി കഴിഞ്ഞ് 2ലേക്ക് ശനി വരുന്ന ഒരു കാലമാണ്. ജന്മശനി കാലം കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു, സാമ്പത്തിക പ്രയാസങ്ങളും, അല്ലെങ്കിൽ പണം ഒരുപാട് വന്നാലും ധാരാളം വന്നാലും അതൊക്കെ അങ്ങോട്ട് ചിലവായി പോവുക, ചില പ്രയാസങ്ങൾ ചില വ്യക്തികളിൽ നിന്നുണ്ടാവുക, ഇങ്ങനെയൊക്കെയുള്ള ചില അനുഭവങ്ങൾ വന്നതുകൊണ്ട് ഒരുപക്ഷെ അത് ഡൈജഷൻ പ്രോസസ്സിനെ തന്നെ ബാധിച്ചിട്ടുണ്ടാവും. ഉറക്കത്തിനും ചെറിയ പ്രയാസങ്ങൾ വന്നതായി കാണുന്നു. പല കാര്യത്തിലും ഇപ്പോൾ എങ്ങനെയാണ് ഒരു തീരുമാനം എടുക്കുക, വാട്ട് ഷുഡ് ബി ദ ഡിസിഷൻ എന്നുള്ളൊരു ചിന്ത, അതിൻ്റെ ഒരു കൺഫ്യൂഷൻ ഒക്കെ വരാനുള്ള സാധ്യത ഏറെയാണ്. ഈ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഗുരുവായൂരപ്പനെയാണ്, ശ്രീകൃഷ്ണനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തുക, അടുത്ത ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുക, എല്ലാ പ്രയാസങ്ങളും നീങ്ങും. നാരായണീയത്തിലെ ഒരു ദശകം വായിച്ചോളൂ, ശ്രീകൃഷ്ണാവതാരം ആ ഭാഗം പാരായണം ചെയ്തോളൂ. ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങൾ നീങ്ങും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. മനസ്സിന് സമാധാനവും സന്തോഷവും അതുകൊണ്ട് ലഭിക്കും എന്നുള്ളതിലും യാതൊരു സംശയവും വേണ്ട എന്നുള്ള കാര്യം അറിഞ്ഞോളുക. വാഹനം ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം, ചെറിയ തട്ടമുട്ടൊക്കെ വരാം. എന്ന് മാത്രമല്ല ശരീരവും ഒന്ന് ശ്രദ്ധിക്കണം. ചെറിയ പ്രയാസങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ചെറിയ മുറിവോ ഒക്കെ വരാനുള്ള സാധ്യതയും ഏറെയാണ്. ശിവക്ഷേത്ര ദർശനം കൂടി നടത്തിക്കോളൂ, എല്ലാ പ്രയാസങ്ങളും നീങ്ങും. അവിടെ ജലധാര നടത്തുന്നത് ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങൾ നീങ്ങും. അതായത് ശരീരത്തിനൊരു ശുദ്ധി, സൂക്ഷ്മ ശരീരത്തിനൊരു ശുദ്ധി വരുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുവാൻ, മനസ്സിന് സമാധാനം ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ടാകും എന്നുള്ള കാര്യം പ്രത്യേകം അറിഞ്ഞുകൊള്ളുക. സന്തോഷമായിരിക്കും. മീനം രാശി, പുരുരുട്ടാതി അവസാനത്തെ കാൽഭാഗം, ഉത്രിട്ടാതി രേവതി. പണം ഇങ്ങനെ ചിലവായി പോകുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ ആ ഒരു നിയന്ത്രണം പാലിക്കുക എന്നുള്ളതാണ്. ആചാര്യന്മാർ, അതായത് ജ്യോതിഷികൾ ഉൾപ്പെടെയുള്ള ആചാര്യന്മാർ അല്ലെങ്കിൽ കാരണവസ്ഥാനീയർ, അവരുടെയൊക്കെ ഉപദേശം സ്വീകരിക്കേണ്ട ഒരു കാലമാണ്. കാരണം ദൈവാധീനാൽപ്പം അറിഞ്ഞിരിക്കുന്ന സമയമാണെന്ന് മാത്രമല്ല, 7ര ശനിയുടെ ഒരാരംഭവുമാണ്. 7ര ശനിയുടെ ആരംഭമല്ല, ജന്മശനിയിലേക്കുള്ള ഒരു യാത്രയാണ്. അപ്പോൾ അതുകൊണ്ട് പൊതുവെ ശ്രദ്ധിച്ചിരിക്കണം എന്നുള്ള കാര്യം അറിഞ്ഞോളുക. ആരോഗ്യപരമായിട്ടുള്ള ചെറിയ പ്രയാസങ്ങൾ, സന്തതിഭാവവുമായിട്ട് ബന്ധപ്പെട്ട തടസ്സങ്ങൾ വന്നവർക്ക് ചില ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കേണ്ട ഒരു സാഹചര്യവും വരാം. യാത്ര, 2 വീലർ റൈഡൊക്കെ ഒന്ന് കുറച്ചോളൂ. രാത്രികാല സഞ്ചാരവും കുറയ്ക്കണം. നമുക്ക് ചേരാത്ത, നമ്മൾ സാംസ്കാരികമായിട്ട് നമുക്ക് യോജിക്കാത്തവരുമായിട്ടുള്ള പരിചയവും അവരുമായിട്ടുള്ളൊരു ഇൻറ്റിമസിയൊക്കെ ഒരുപക്ഷെ ജീവിതത്തിൽ പല പ്രയാസങ്ങളും സൃഷ്ടിക്കുവാൻ സാധ്യതയുള്ളൊരു കാലമാണ് എന്നുള്ളതുകൊണ്ട് വളരെ യുക്തിയോടുകൂടി നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് വേണം നമ്മൾ
ബന്ധങ്ങളിൽ ഒരു നിയന്ത്രണം പാലിക്കാൻ എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയുക. ജീവിത പങ്കാളിയുമായിട്ടും ഒക്കെ അകൽച്ച വരുന്നൊരു കാലമാണ്. അപ്പോൾ യുക്തിസഹമായിട്ട് ചിന്തിച്ച് പ്രവർത്തിക്കുന്നതുകൊണ്ട് ഈ പ്രയാസങ്ങൾ നീങ്ങും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ശരീരത്തിന് ക്ഷീണം, അലസത, താല്പര്യക്കുറവ്, ഒരു ലാക്ക് ഓഫ് മോട്ടിവേഷൻ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ഒന്നും ചെയ്യാനുള്ളൊരു താല്പര്യമില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു കാലമാണ്. അലർജിക് കണ്ടീഷൻ, സ്കിൻ ട്രബിൾസ്, അതിനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. നേരത്തെ ഉണ്ടായിരുന്നിരിക്കാം, നേരത്തെ ജന്മരാശിയിലായിരുന്നു രാഹു, ഇപ്പം അങ്ങോട്ട് 12ലേക്ക് മാറിയിട്ടുണ്ട്. ചെറിയ അലർജിക് കണ്ടീഷൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ചെറിയ ഗ്യാസുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ പ്രയാസങ്ങളും ഒക്കെ വരുന്ന ഒരു കാലമാണ്. ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല. രാഹുപ്രീതി എന്തായാലും വരുത്തണം എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ രാഹുവിന് ശനിയാഴ്ച പുഷ്പാഞ്ജലി കഴിപ്പിച്ച് രാഹു സ്തോത്രം ജപിച്ചുള്ളൂ. സാമ്പത്തികം ഉൾപ്പെടെയുള്ള പ്രയാസങ്ങളൊക്കെ നീങ്ങും എന്നുള്ളതിൽ സംശയമില്ല. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വന്നു ചേരും എന്നുള്ളതിലും സംശയം വേണ്ട. സന്തോഷമായിരിക്കും. ഇനി മെയിൽസാണ്. ഈ പ്രോഗ്രാമിലേക്ക് മെയിൽസ് അയക്കാം. പൂർണ്ണമായിട്ടുള്ള പേര്, മെയിൽ അയക്കുന്ന വിലാസം എന്ന് വെച്ചാൽ എവിടെയാണ് ഡിസ്ട്രിക്റ്റ്, അത് വ്യക്തമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാകണം. ജനിച്ച ഡേറ്റ്, മാസം, വർഷം, സമയം, സ്ഥലം. ഇപ്പോൾ പകലാണെന്നുണ്ടെങ്കിൽ രാവിലെയാണോ, 12 മണിക്ക് മുമ്പാണോ, 12 മണിക്ക് ശേഷമാണോ, ഇതൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. രാത്രിയാണെങ്കിൽ രാത്രിയിൽ നിന്ന് വ്യക്തമായിട്ട് രേഖപ്പെടുത്തുകയും വേണം എന്നുള്ള കാര്യം അറിയാം. നക്ഷത്രം കൂടി എഴുതിക്കോളൂ. പിന്നെ എന്താണ് അറിയേണ്ടത്? വിവാഹ കാര്യത്തെക്കുറിച്ചാണോ, സ്യൂട്ടബിൾ ആയിട്ടുള്ള ബിസിനസ്സാണോ, സ്യൂട്ടബിൾ എഡ്യൂക്കേഷൻ ഫീൽഡാണോ, എന്തൊക്കെയാണ് ചോദിക്കേണ്ടത് എന്നുള്ള വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തണം. പലരും പറയുന്ന പൊതുവെയുള്ള ഫലം, പൊതുവെ എന്താ അവർ ഉദ്ദേശിക്കുന്നതെന്ന് അറിയാൻ പറ്റാത്തതുകൊണ്ട് പലപ്പോഴും മറുപടി കൊടുക്കുവാൻ സാധിക്കാറില്ല എന്നുള്ള കാര്യം അറിയാം. ഇനി മെയിൽസിലേക്ക് കടക്കുകയാണ്. പലരും ഇങ്ങനെ പുറത്തുനിന്നുള്ളവരിങ്ങനെ എഴുതുന്നുണ്ട്, പുറത്ത് നല്ല അസ്ട്രോളജേഴ്സിനെ കിട്ടാൻ വിഷമമാണ്, പലരെയും അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ വെരി കോസ്റ്റ്ലി ആണെന്ന് പറയുന്നുണ്ട്. 50-100 ഇരട്ടിയാണ് കേരളത്തിലെ അസ്ട്രോളജിക്കൽ എക്സ്പെൻസസിനേക്കാൾ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ മെയിൽസിന് പ്രാധാന്യം കൊടുക്കണമെന്ന് പലരും പറയുന്നുണ്ട്. ഏതായാലും കേരളത്തിന് പുറത്തുള്ളവർക്ക് തുല്യ പ്രാധാന്യം തന്നെ കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. ആദ്യത്തെ മെയിൽ തന്നെ ശ്രീമതി മിനി ജോയ് പോവായ്, മുംബൈ എന്നാണ്. 46 വയസ്സ്, തുലാക്കൂറാണ്. കോഫി ഷോപ്പ്, ഇംഗ്ലീഷിലാണ് കഥ. Coffee shop was going well. Last 5 years there was a systematic decline. I just don't understand. Our usual customers are not coming. Even if they come, the sale is not coming up to my expectation. Additional expenses are all the time there. What am I to do? Continue with this business or change over to some other field? My nakshatram is your decision. Your awareness regarding your nakshatram is not correct. You belong to Tulam Rashi, that is true, but your nakshatram is Vishakham. Your nakshatram is Vishakham Tulakura, and you will be having a better period, no doubt about it. Within the next 9 months, you will acquire something. The present business is good enough. സംശയം വേണ്ട, ദിസ് ബിസിനസ് ഈസ് ഗുഡ് ഇനഫ്. അപ്പോൾ ഇപ്പോൾ ചെയ്യുന്ന കോഫി ഷോപ്പാണ്, കണ്ടിന്യൂ വിത്ത് ദാറ്റ്. യു ക്യാൻ മേക്ക് സം ചേഞ്ചസ് അക്കോർഡിംഗ് ടു ദി ടൈംസ്. യു ക്യാൻ കോൺസെൻട്രേറ്റ് ഓൺ ദി യങ്ങർ ലോട്ട് ആൻഡ് യു വിൽ കം അപ്പ് വെരി വെൽ ആൻഡ് പ്രൊവൈഡ് certain items in your coffee shop which will attract the youngsters, and you are going to come up very well in the I told you, just 9 months or something. Within the 9 months you will be in a very good position. Financially you will become very sound, and the income inflow will also be very high, and you are going to be happy by 2027, first 2 or 3 months. So be confident and happy. March ahead. രണ്ടാമത്തെ മെയിൽ മിസ് മോളി ദിൻ, പെനാങ്ങിൽ നിന്നാണ് മെയിൽ. മിസ് മോളി ഡിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. I am 33, മകരം രാശി. 33 മകരം രാശി. 2 relationships ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. Failed relationship. One lasted for nearly 7 years. In the last 7 years I had a relationship. For no reason I started disliking him എന്നാണ് പറഞ്ഞിരിക്കുന്നത്. I started disliking him for no reason. What am I to do? Am I going to get married? How will be my marital life? Will I be able to conduct a love marriage, or is it going to be an arranged marriage? Here in our place, arranged marriages are very rare, and of course we choose our own bride or bridegroom. Okay, you'll be able to do that. Don't worry about it. And you have asked about your star. Your star is nakshatram is Uttratadi. It is Uttratadi, Meenam Rashi. If you are watching this program, I'm going to put the program in English also, and you can watch the program about
about the Meenam Rashi, Meenam moon sign. Meenam moon sign. That is what is important. And your nakshatram is Utritadi. And you are going to have a happy marital life, but you will have to wait one more year. 2026 end or in the first half of 2027, you are going to get married and you are going to have a very, very enjoyable marriage, a very prosperous marriage, and you have got a good heart. Basically, you are a very nice person and you are very sensitive and emotional, and that is one of the reasons why you get hurt very fast. Don't worry about all these things. You are going to have a very comfortable and happy marital life. Be happy and confident. Srimati Subbalakshmi Ammal, Chennai. My daughter, 36 years, is a doctor, pediatrician, Kataka Rashi, Pushyami Nakshatra. Pushyami Nakshatra, Kataka Rashi. But you have mentioned the Tiruvonam Nakshatra. What exactly? I don't understand. Anyway, the girl's Nakshatram is Kataka Rashi, Pushyami Nakshatra, that is Puyam Nakshatram, and Kataka Rashi, 36 years. You are, yes, she's unmarried. അവൾക്ക് ആരെയും പിടിക്കൽ you have written something like that. Okay, don't worry about it. Your daughter is going to get married. She's a person very nice, hypersensitive. That is a drawback. And that is one of the reasons, very specific about things, and that is the reason why the marriage got delayed a lot. And she's a devoted doctor, I understand from the horoscope. She's very nice and very sweet, and she's going to have a very happy marital life also, because she prefers somebody who will love her dearly, because she is very emotional and sensitive, and that is her basic nature. And she is likely to get married by the end of 2027 or in the year 2028 first 2 or 3 months. That is the ideal period for marriage. Already it is very late, so it is better that you wait for one more year so that she is going to get a very nice marriage. Anyway, observe Monday Vridam and chant Shiva Parvati Stotram every day facing eastern direction. Everything will be well and she is going to be very happy. Don't worry about her marital life at all, and she'll be very lovable, as you know. She loves you dearly. That is her speciality. Be happy and confident. Next is Srimati Panchami Kunyunni Talasheri. Magan +2, Pururutadi Nakshatra. ഏത് സബ്ജക്റ്റ് എടുക്കണം എന്നുള്ളതാണ്. പഞ്ചമി കുഞ്ഞുണ്ണി തലശ്ശേരി, മകൻ +2, പൂരൂരുട്ടാതി നക്ഷത്രം. ഏത് സബ്ജക്റ്റ് എടുക്കണം? ഇപ്പോൾ പഠന കാര്യങ്ങളിൽ അത്ര നന്നായിട്ട് മുന്നോട്ട് പോകുന്നില്ല. 7 ശനിയിൽ ജന്മശനി കാലമായിരുന്നു, ഇപ്പോൾ 2 ശനി ആണ്. അതുകൊണ്ട് പഠനം നന്നായിട്ട് മുന്നോട്ട് പോകാൻ ഇപ്പോൾ ബുദ്ധിമുട്ടുള്ളൊരു സമയമാണ്. അലസതയുണ്ട്, ശരീരത്തിന് ക്ഷീണമുണ്ട്, ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്ത് ചെയ്യാൻ കഴിയുന്നില്ല. പിന്നെ ഇപ്പോൾ കൂട്ടുകെട്ടൊക്കെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ്. ഒരു കൺട്രോളൊക്കെ വേണം, അവർക്ക് വേണ്ട ഉപദേശമൊക്കെ കൊടുക്കേണ്ട ഒരു സമയമാണ്. ഭാവിയിൽ വിദേശ ജോലിയൊക്കെ ലഭിക്കാനുള്ള ഭാഗ്യമുണ്ട്, അല്ലെങ്കിൽ ദൂരദേശത്ത് ജോലി ചെയ്യാനുള്ള ഭാഗ്യമാണ് കൂടുതൽ. ഇപ്പോൾ ഈ തിയറി ഓറിയൻറ്റഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഇയാൾക്ക് സ്യൂട്ട് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രാക്ടിക്കൽ സൈഡിൽ പ്രാധാന്യമുള്ള എന്തെങ്കിലും കോഴ്സ് ചെയ്യുക. ലാബ് ടെക്നീഷ്യൻ കോഴ്സ് ചെയ്യാവുന്നതാണ്. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, CAD, കമ്പ്യൂട്ടർ ആനിമേറ്റഡ് ഡിസൈൻ, ഇങ്ങനെയൊക്കെയുള്ള ചില ഫീൽഡായിരിക്കും ഈ കുട്ടിക്ക് നല്ലത്. തിയറി ബേസ്ഡ് എഡ്യൂക്കേഷൻ ഇപ്പം നല്ലതല്ല എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞോളൂ. കുട്ടിക്ക് നല്ല ഭാവിയുണ്ട്, പക്ഷേ ഇപ്പോഴുള്ള കാലം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. കൂട്ടുകെട്ടാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. ഈ കൂട്ടുകെട്ട് കാരണമാണ് പഠന കാര്യങ്ങളിൽ താഴേക്ക് പോകുന്നത്. അക്കാഡമിക് ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളുമായിട്ടുള്ള ഒരു ഇൻറ്റിമസി അതിൽ വിജയം നൽകുന്നുള്ളതിൽ സംശയം വേണ്ട. സരസ്വതി സ്തോത്രം ദിവസവും ജപിച്ചോളൂ കേട്ടോ. അപ്പോൾ പ്രയാസങ്ങളൊക്കെ നീങ്ങുമെന്ന് മാത്രമല്ല, നാഗക്ഷേത്ര ദർശനം നല്ലതാണ്. മണ്ണാറശാലയിൽ ദർശനം നടത്തിക്കോളൂ. അവിടെ 5 മുഹൂർത്തകാലം ഇന്ന് പ്രാർത്ഥിക്കുക. നാഗരാജ അഷ്ടോത്തര ശതനാമാവലി ജപിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങും. സന്തോഷമായിട്ടിരിക്കുക. എല്ലാ ഐശ്വര്യങ്ങളും വരികയും ചെയ്യും. ഇന്നത്തെ ജ്യോതിഷ പ്രോഗ്രാം ഇവിടെ പൂർണ്ണമാകുകയാണ്. നന്ദി, നമസ്കാരം. ഓം ശ്രീ വിഘ്നേശ്വരായ നമഃ.